ഹലോ ഗായ്സ്, എല്ലാവർക്കും ആതിര വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ പണി ഇവിടെ ദൈവത്തിൻ്റെ അലമാരയൊക്കെ വൃത്തിയാക്കലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, കുറച്ച് ദിവസമായി വിളക്കൊളുത്തിയിട്ട് നമുക്ക് ഡേറ്റായ വിളക്കൊളുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുൾ വാറാമ്പലൊക്കെ പൊത്തിയിട്ടുണ്ട്. വാറാമ്പല പൊത്തൽ വലിയ കാര്യമില്ല, എന്നാലും അതിനേക്കാൾ കൂടുതൽ മക്കൾ വന്നിട്ട് ഫുള്ള് ഭസ്മവും ചന്ദനവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വൃത്തികേടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. പിന്നെ ദൈവത്തിന് കുറച്ച് ദിവസമായി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം അതെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ അതൊരു ദൈവ ഫോട്ടോ വയ്ക്കുന്ന ഇവിടെ ഒരു ടൂറും ആയല്ലോ. ദൈവത്തിന് വയ്ക്കുന്ന അലമാര, അല്ലെങ്കിൽ എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല, അമ്പലം, അത് വൃത്തിയാക്കലും ആയല്ലോ. അപ്പോൾ ഓരോ വിഗ്രഹമൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഈ നിലത്ത് കണ്ടോ ചന്ദനവും ഭസ്മവും ഒക്കെ വെക്കണം, അവിടെ നമ്മൾ വിളക്കൊളുത്തണം, അവിടെ പെട്ടെന്ന് വൃത്തികേടായി ഗൈസ്. അത് എങ്ങനെ ആയി എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഈ എണ്ണയൊക്കെ ഇല്ലേ, എണ്ണ അറിയാതെ ഒറ്റിപ്പോവും. പിന്നെ കുഞ്ഞൂസൊക്കെ ഇടയ്ക്ക് വന്നിട്ട് തിരിയും, ചന്ദനത്തിരിയൊക്കെ എടുത്ത് തൊടും കേട്ടോ, വിളക്ക് തിരിയൊക്കെ. അപ്പോൾ ആ എണ്ണയൊക്കെ അവിടെ ഒറ്റിയിട്ട് ആ പേപ്പറിലായിട്ട് അത് അങ്ങനെ ഒട്ടിപ്പിടിച്ചു, അത് പോണേ ഇല്ല കേട്ടോ. അത് എത്ര തുടച്ചിട്ടും വൃത്തിയാവണില്ല. ഒരുപാട് വെള്ളമൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ ഫ്ലൈവുഡ് അല്ലേ, കേട് വന്നാൽ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടേ തുടയ്ക്കണുള്ളൂ. അപ്പോൾ അത് പോവാൻ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ട് വെച്ച് എനിക്ക് പറഞ്ഞു തരണേ. അതുപോലെ ഈ വിഗ്രഹം കണ്ടോ, അതിൻ്റെ അടിയിൽ പച്ച കളർ വന്നിരിക്കുന്നത്, അതും പോണില്ല. അതിനിപ്പോൾ കഴുകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, സോപ്പൊക്കെ ഇട്ടിട്ടേ. അതുപോലെ ഈ ഓടിൻ്റെ കിണ്ടിയിലും ഇതുപോലെ കളർ വരുന്നുണ്ട്. നനവ് തട്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അത് പോകാനുള്ള ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. കുട്ടികളില്ലേ, അവർ ചന്ദനം വെക്കുമ്പോൾ അതേപോലെ ദൈവത്തിനും വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഫോട്ടോസും വിഗ്രഹവും ഒത്തിരി കളർ മങ്ങാറുണ്ട്. അത് പിന്നെ നമ്മൾ തുടച്ചാൽ കൊടുത്താൽ പോവാറുണ്ടല്ലോ. അത് കണ്ട താഴെ ഒട്ടി പിടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊന്നൂസും മാൾട്ടിയൊക്കെ വന്നിട്ട് കുഞ്ഞൂസൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും, പക്ഷേ ഹെൽപ്പ് ചെയ്യണത് ലാസ്റ്റ് ഉപദ്രവമായി മാറും. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒന്ന് പോയി തന്നാൽ മതി പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലില്ലേ, ഞാൻ ഈ ക്യാമറ വെച്ച സ്റ്റാൻഡ് ആകുമ്പോൾ വന്ന് തട്ടിയിട്ടിട്ടില്ലേ, എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് ഒന്ന് ചെറുതായി പൊട്ടിയിട്ടോ. ആറ്റുന്നൊരു ഫോൺ വാങ്ങി തന്നതാ, അതിൻ്റെ അവസ്ഥ അങ്ങനെയായി. പിന്നെ കാര്യമില്ല, എന്തായാലും അത് ചെയ്യുമല്ലോ അവർ, കുട്ടികളല്ലേ. ഇല്ലേ, അതുപോലെ ഗണപതിയുടെ വിഗ്രഹം കണ്ടില്ലേ, രണ്ടെണ്ണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, വീട് കെട്ടിക്കഴിഞ്ഞാൽ ഗണപതിയുടെ ഒരു വിഗ്രഹം വെക്കണമെന്ന്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് അത് വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ആയപ്പോൾ ചിലവ് കൊണ്ട് അത് വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ അടുത്ത് അത് ഞാൻ കാണിച്ചില്ല. പിന്നെ വീട് ഇരുന്ന് ഗിഫ്റ്റ് കിട്ടിയപ്പോഴില്ലേ, ഞാൻ ഏറ്റവും ഫസ്റ്റ് തുറന്ന ഗിഫ്റ്റ് ഈ ഗണപതിയുടെ വിഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കില്ലേ ഭയങ്കര സന്തോഷം, നമുക്ക് ദൈവത്തിന് നേരിട്ട് കണ്ടൊരു ഫീലായിരുന്നു കേട്ടോ. ആ ഗിഫ്റ്റ് തന്ന രണ്ടാളടുത്തും എനിക്ക് ഒരുപാട് നന്ദി ഉണ്ടായിരുന്നേ. അത് നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ല, പക്ഷേ അത് ഞാൻ ഇപ്പോൾ പറയാണ്. അത്രയും ഞാൻ ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട സാധനം കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. വീടെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്വപ്നമാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് ഏത് ദൈവത്തിനെ പ്രാർത്ഥിച്ച് കിട്ടിയത് ആ ദൈവത്തിൻ്റെ ഒരു വിഗ്രഹം വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, അതെനിക്ക് നല്ല വലുത് ഒന്ന് കിട്ടി. അതുപോലെ നല്ല ചന്തമുള്ള, ചെറുതല്ല എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട്, അതും ഒന്ന് കിട്ടി. രണ്ടും ആദ്യം തുറന്ന ഗിഫ്റ്റ് തന്നെ അതായപ്പോഴില്ലേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഗൈസ്. അതെന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ കരഞ്ഞു പോയി ആ നിമിഷത്തിൽ കേട്ടോ. ഞാൻ എന്നിട്ട് ആളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വാങ്ങി തന്നില്ലെങ്കിൽ എന്താ, എനിക്ക് കണ്ട ദൈവം തന്നെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് നമ്മുടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ വിളക്കൊളുത്തിയത്. ദിവസം രാവിലെ വിളക്കൊളുത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞാൻ കൊളുത്താൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പറഞ്ഞിട്ട് കൊളുത്താൻ നിന്നത്. അവർക്ക് ഇന്ന് എക്സാം തുടങ്ങുമായിരുന്നു. അപ്പോൾ ശരി എന്നായിക്കോട്ടെ പറഞ്ഞ് അവരെ വിട്ടേ. വിളക്കൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നമ്മുടെ പുളിയും സെബീന പൊടി അതൊക്കെ ഇട്ടിട്ടാണ് കഴുകുക. എത്രയേ ഉള്ളൂ. ടാറ്റ.